ഒരു കുടുംബത്തിന് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത്. ഇപ്പൊ കേരളത്തിൽ ഇപ്പോഴത്തെ ഒരു കണക്ക് വെച്ചിട്ട് നമ്മൾ കേരളത്തെ പറ്റി സംസാരിക്കുമ്പോൾ ഒരു 5,88,000 മഞ്ഞക്കാർഡുകാരാണ് കേരളത്തിലുള്ളത്. എനിക്ക് തോന്നുന്നത് ഒരു 28 ലക്ഷം 30 ലക്ഷം റോസ് കാർഡുകാരുണ്ട്. അത് കൂടാതെ നീല കാർഡിൽക്കാരായ ഒരു 3 ലക്ഷം കുടുംബങ്ങളും ഇവരൊക്കെ ഇതിൽ വരുന്നുണ്ട്. കേരളത്തിൽ ഇതിന്റെ തുടക്കത്തിൽ ഒരു കൺഫ്യൂഷൻ വന്നു. ആ കൺഫ്യൂഷൻ ഇപ്പോഴും തീർന്നിട്ടില്ല, അത് വേറെ വിഷയം. പക്ഷെ വേറെ പല രൂപത്തിലാണ് ആ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നത്. കേരളത്തിലെ കാരുണ്യ അനുഭവിക്കുന്ന അതിന്റെ ആനുകൂല്യം കിട്ടുന്ന ആളുകൾക്ക് മുഴുവൻ ഈ ആയുഷ്മാൻ കിട്ടൂല. നമസ്കാരം. കേന്ദ്ര സർക്കാരിന്റെ സമഗ്ര ആരോഗ്യ പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് സംബന്ധിച്ച നിരവധി അഭ്യൂഹങ്ങളും ആശങ്കകളുമാണ് നമ്മുടെ നാട്ടിൽ, വിശേഷിയ കേരളത്തിൽ പ്രചാരത്തിലുള്ളത്. ആയുഷ്മാൻ ഭാരത് പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കിയിട്ടില്ലേ? ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാത്തത് മുതലായ ചോദ്യങ്ങളാണ് പ്രധാനമായും നമ്മുടെ ജനങ്ങൾ ചോദിക്കുന്നത്. ഇന്ന് നമ്മളോട് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്ന BJP വക്താവായിട്ടുള്ള അഡ്വക്കേറ്റ് ശ്രീപത്മനാഭനാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഈ ആയുഷ്മാൻ ഭാരത് 2019 ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചതാണ്. അത് പിന്നീട് കഴിഞ്ഞ 6 വർഷമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ പദ്ധതിയുടെ രൂപം എങ്ങനെയാണ്? ഇന്ത്യയിലെ BPL കുടുംബങ്ങളും അതോടൊപ്പം 2011 സാമ്പത്തിക സർവേയിൽ പാവപ്പെട്ടവരെന്ന് കണക്കാക്കപ്പെട്ട കുറച്ച് കുടുംബങ്ങളും അവരെ ഈ ചികിത്സാ രംഗത്ത് സഹായിക്കാനായിട്ട് ഒരു കുടുംബത്തിന് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത്. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ റേഷൻ കാർഡിന്റെ അടിസ്ഥാനത്തിലാണ് അത് കണക്കാക്കുന്നത്. നമ്മളെ സമൂഹത്തിൽ ഏറ്റവും പാവപ്പെട്ടവരെന്ന് കണക്കാക്കപ്പെടുന്ന കൂട്ടരെയാണ് ഈ മഞ്ഞ കാർഡുകാർ, മഞ്ഞ റേഷൻ കാർഡുള്ള, അതായത് AAY അന്ത്യോദയ അന്ന യോജന, അവരെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ റോസ് നിറമുള്ള, പിങ്ക് നിറമുള്ള കാർഡുകാർ, BPL കാർഡുകാർ, അവരെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെ 2011 ഒരു സാമ്പത്തിക സർവേ ഇന്ത്യയിൽ നടന്നിരുന്നു. എല്ലാ വീട്ടിലും വന്നിരുന്നു സർക്കാർ ജീവനക്കാർ, അംഗൻവാടി ടീച്ചർമാരൊക്കെ. എന്നിട്ട് ടെറസിട്ട വീടാണോ, ഓടിട്ട വീടാണോ, പിന്നെ പശുക്കളുണ്ടോ, വാഹനമുണ്ടോ, കൃഷിയുണ്ടോ, എത്ര ഭൂമിയുണ്ട്, ഇതൊക്കെ കണക്കിലാക്കി ജോലി എന്താണ്, ഇതൊക്കെ മൊത്തം കണക്കെടുത്തിട്ട് ഇന്ത്യ രാജ്യത്ത് ഏതാണ്ട് 10 കോടി കുടുംബങ്ങളെ ദരിദ്രരായി കണക്കാക്കപ്പെട്ടിരുന്നു. പക്ഷെ ആ കുടുംബങ്ങൾക്ക് മുഴുവൻ ഈ മഞ്ഞ കാർഡോ പിങ്ക് കാർഡോ അല്ല, അതിൽ കുറെ പേർ നീലക്കാർഡുകാരാണ്. അപ്പൊ ആ സർവേയിൽ ദരിദ്രരായി കണക്കാക്കപ്പെട്ട 10 കോടി കുടുംബങ്ങളെ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതിൽ കുറെ നീലക്കാർഡുകാരുണ്ട്. ഇപ്പൊ കേരളത്തിൽ ഇപ്പോഴത്തെ ഒരു കണക്ക് വെച്ചിട്ട് നമ്മൾ കേരളത്തെ പറ്റി സംസാരിക്കുമ്പോൾ ഒരു 5,88,000 മഞ്ഞക്കാർഡുകാരാണ് കേരളത്തിലുള്ളത്. എനിക്ക് തോന്നുന്നത് ഒരു 28 ലക്ഷം 30 ലക്ഷം റോസ് കാർഡുകാരുണ്ട്. അത് കൂടാതെ നീല കാർഡിൽക്കാരായ ഒരു 3 ലക്ഷം കുടുംബങ്ങളും ഇവരൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ പറയുന്നത് 41,76,000 കുടുംബങ്ങൾ ഈ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉണ്ടെന്നാണ്. അതായത് ഒരു കുടുംബത്തിന് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് കേരളത്തിൽ നടപ്പിലാക്കുന്നുണ്ട്. ഈ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്നുണ്ട്. കേരളത്തിൽ ഇതിന്റെ തുടക്കത്തിൽ ഒരു കൺഫ്യൂഷൻ വന്നു. ആ കൺഫ്യൂഷൻ ഇപ്പോഴും തീർന്നിട്ടില്ല, അത് വേറെ വിഷയം. പക്ഷെ വേറെ പല രൂപത്തിലാണ് ആ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നത്. തുടക്കത്തിലെ പ്രശ്നം, കേരളത്തില് കാരുണ്യ പദ്ധതി ഉണ്ടായിരുന്നു. ഇപ്പൊ കാരുണ്യ പദ്ധതി ചില നിബന്ധനകളുടെ അടിസ്ഥാനത്തിലാണ്, കണ്ടീഷൻസ് അതിന്റെ വേറെയാണ്. അപ്പോഴാണ് ആയുഷ്മാൻ ഭാരത് വരുന്നത്. അപ്പോ അന്ന് കേരളത്തിലെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ മാനദണ്ഡം കേരളത്തിൽ അതേപടി നടപ്പിലാക്കിയാൽ കേരളത്തിലെ കാരുണ്യ അനുഭവിക്കുന്ന അതിന്റെ ആനുകൂല്യം കിട്ടുന്ന ആളുകൾക്ക് മുഴുവൻ ഈ ആയുഷ്മാൻ കിട്ടൂല. അപ്പൊ അത് ബുദ്ധിമുട്ടാവും. അപ്പൊ അതുകൊണ്ട് കേരളം ആദ്യഘട്ടത്തിൽ ഇതൊരു വിഷയമായി ഉന്നയിച്ചു. പിന്നെ കേരളവും കേന്ദ്രവും തമ്മിൽ ചർച്ച നടന്നു. ചർച്ചയുടെ അടിസ്ഥാനത്തിൽ കാരുണ്യ പദ്ധതിയിൽ ഉൾപ്പെട്ട മുഴുവൻ ആളുകളെയും ആയുഷ്മാൻ ഭാരതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ആയുഷ്മാൻ ഭാരതിന്റെ ചട്ടങ്ങൾ
ചെറിയ തോതിൽ പരിഷ്കരിച്ചു കൊടുത്തു, ഭേദഗതി വരുത്തി. അങ്ങനെ മുഴുവൻ കാരുണ്യക്കാരെ ഇതിൽ ഉൾപ്പെടുത്തി. അതുകൂടാതെ ഈ നീലക്കാടുകാരുടെ നേരത്തെ പറഞ്ഞ ഈ 11 സർവേയിൽ ദരിദ്രത കണക്കാക്കപ്പെട്ടു. അവർക്കൊക്കെ പ്രധാനമന്ത്രിയുടെ കത്ത് വന്നിരുന്നു. 19 ഒരുപാട് പേർക്ക് കത്ത് വന്നിരുന്നു. അവരെ കൂടെ ഉൾപ്പെടുത്തിയപ്പോഴാണ് ഇപ്പൊ 41,76,000 ആളുകൾ ഉണ്ടെന്നാണ് പറയുന്നത് കേരളത്തിൽ. അതിൽ 76 ലക്ഷത്തിന് കാർഡ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. 76 ലക്ഷം ആളുകൾക്ക് കാർഡ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോ അതാണ് ഇപ്പൊ കേരളത്തിന്റെ അവസ്ഥ. ആ ഇടയ്ക്കാണ് ഈ കഴിഞ്ഞ വർഷം, അതായത് 2024 സാമ്പത്തിക ബഡ്ജറ്റിൽ വയോവന്ദൻ ആയുഷ്മാൻ ഭാരത് എന്നൊരു പദ്ധതി പ്രഖ്യാപിച്ചു. വയോവന്ദൻ ആയുഷ്മാൻ ഭാരത് പദ്ധതി എന്ന് പറയുന്നത് 70 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് മുഴുവൻ കേന്ദ്ര സർക്കാരിന്റെ എന്താ പറയാ ആഭിമുഖ്യത്തിൽ 5 ലക്ഷം രൂപയുടെ പ്രത്യേക ആരോഗ്യ ഇൻഷുറൻസ്. എന്ന് വെച്ചാൽ ഒരാൾക്ക് 70 വയസ്സായി, അയാളുടെ കുടുംബത്തിന് നേരത്തെ ആയുഷ്മാൻ ഭാരത് കവറേജ് ഉണ്ട്. അത് കുടുംബത്തിന് 5 ലക്ഷമാണ്. വയോവന്ദൻ വന്നാൽ ഈ ആളെ പ്രത്യേകം എടുത്ത് ഇയാൾക്ക് ഒരു 5 ലക്ഷം, വയോധികരായിട്ടുള്ള ആളുകൾ ഈ 70 വയസ്സ്. പക്ഷെ അതിനൊരു വേറൊരു ഗുണം എന്താന്ന് വെച്ചാൽ ഇവർക്ക് വരുമാന ബാധകമല്ല. 70 വയസ്സിൽ കഴിഞ്ഞ ആള് എന്ന് പറയുന്നത് എത്ര വരുമാനമുള്ള ആളാണെങ്കിൽ അയാൾക്ക് ലഭിക്കും. എന്ന് വെച്ചാൽ ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ ഒരു പക്ഷേ 60,000, 50,000, 40,000 പെൻഷൻ വാങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ, ഇനി ഒരു IAS ഉദ്യോഗസ്ഥനാവട്ടെ, ഇനി ഹൈക്കോടതി ജഡ്ജ് റിട്ടയർ ചെയ്ത ആളാവട്ടെ, ആരോ ആവട്ടെ, അദ്ദേഹത്തിനും അല്ലെങ്കിൽ അവർക്കും 70 വയസ്സ് കഴിഞ്ഞാൽ ഈ 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് കിട്ടും എന്നാണ് അതിന്റെ ഒരു കണക്ക്. അത് പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ ഇപ്പൊ പദ്ധതികളൊക്കെ ഇതിന്റെ പ്രീമിയം ഒക്കെ ഷെയറിംഗ് ആണ് കേന്ദ്രവും സംസ്ഥാനങ്ങളും. ചില സംസ്ഥാനങ്ങൾ ഈ അധിക ബാധ്യത ഏറ്റെടുക്കാൻ തയ്യാറായില്ല. അതിന്റെ ഭാഗമായി കേരളം ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങൾ ഇത് നടപ്പിലാക്കിയില്ല. ഇപ്പൊ കേരളത്തിൽ അത് നടപ്പിലായിട്ടില്ല എന്നായിരുന്നു എന്റെ വിശ്വാസം. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ ഇന്നിപ്പോൾ കഴിഞ്ഞ 1-2 ദിവസങ്ങളിൽ ഞാൻ ലോകസഭയിൽ കോഴിക്കോട്ടിലുള്ള ലോക്സഭാ അംഗം ശ്രീ MK രാഘവൻ ഒരു ചോദ്യം ഉന്നയിച്ചു. കേരളത്തിൽ വയോവന്ദൻ ആയുഷ്മാൻ ഭാരത് പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ടോ? അപ്പൊ അതിന് മന്ത്രിയുടെ ഉത്തരം, ലോക്സഭയിൽ കൊടുത്ത ഉത്തരം, 3,87,000 വയോവന്ദൻ ആയുഷ്മാൻ ഭാരത് കാർഡുകൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് കേരളത്തിൽ. അതിന്റെ ആനുകൂല്യം 403 ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട്. 55 ലക്ഷത്തിലധികം പൈസ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ക്ലാരിഫൈ ചെയ്യണം. അപ്പൊ ഇവിടെ നടപ്പിലാക്കിയിട്ടില്ല. പക്ഷെ എന്ത് അടിസ്ഥാനത്തിലാണ് സംഭവിച്ചത് ഇങ്ങനെ റിപ്ലൈ വന്നതെന്ന് ക്ലാരിഫൈ ചെയ്യണം. മാത്രമല്ല, കേരളത്തിൽ വേറൊരു പരാതി വ്യാപകമായി വന്നിരുന്നു. നേരത്തെ ആദ്യത്തെ ഒറിജിനൽ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെട്ട കുടുംബങ്ങളിൽപ്പെട്ട 70 വയസ്സ് കഴിഞ്ഞവർ വയോവന്ദൻ വന്നപ്പോൾ അതിൽ പോയി രജിസ്റ്റർ ചെയ്തപ്പോൾ അതും ക്യാൻസലായി, ഇതിട്ട് കിട്ടിയതുമില്ല. എന്നിട്ട് അവർക്ക് പിന്നീട് പരിക്കോ എന്തെങ്കിലും അസുഖം വന്നപ്പോൾ ആശുപത്രിയിൽ പോയപ്പോൾ നിങ്ങൾ ക്യാൻസൽ ആയിട്ടുണ്ടെന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. ഏതായാലും നിലവിൽ 41,76,000 കുടുംബങ്ങൾക്ക് കേരളത്തിൽ ഈ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുണ്ട്. അത് നേരത്തെയുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയും കേന്ദ്രം കൊണ്ടുവന്ന പദ്ധതിയും കൂടി കൂട്ടി യോജിച്ചപ്പോൾ ഉണ്ടായതാണ്. അതിന്റെ പ്രീമിയം കുറച്ച് കേന്ദ്ര സംസ്ഥാനം കൂടി ഷെയർ ചെയ്യുന്നതാണ്, കുറച്ച് സംസ്ഥാനം മാത്രം എടുക്കുന്നതാണ്. അത് പല രീതിയിലാണ് അതിന്റെ പ്രീമിയം ആയുഷ്മാൻ ഭാരത് ആണ് ഈ പറഞ്ഞ പോലെ കൺഫ്യൂഷൻ നിൽക്കുന്നത്. അതിൽ കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷെ പാർലമെന്റിൽ MK രാഘവൻ ഈ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ഈ കഴിഞ്ഞ ശീതകാല സമ്മേളനത്തിൽ ചോദിച്ച ചോദ്യത്തിനാണ് ഇങ്ങനെ ഉത്തരം കണ്ടിട്ടുള്ളത്. ഇനി ഇത് അന്വേഷിക്കണം എന്താന്നുള്ളത്. വയോവന്ദൻ ചിലപ്പോൾ അതിന് 70 വയസ്സ് കഴിഞ്ഞവർക്ക് കൊടുത്തതാണോ അതല്ല അതിൽ ഉൾപ്പെടുത്തി കൊടുക്കുന്ന കാര്യം പരിശോധിക്കണം. അപ്പൊ അതിപ്പോ ഒരു ലോക്സഭയുടെ ചോദ്യോത്തരത്തിന് കിട്ടിയതാണ്. തീർച്ചയായും. അതുപോലെ തന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യം സാർ, ഇത്തരത്തിൽ ഈ കേന്ദ്രത്തിന്റെ പല പദ്ധതികളും, ഇപ്പൊ പ്രധാനമന്ത്രി ആവാസ് യോജന ആവട്ടെ അല്ലെങ്കിൽ മറ്റു പല പദ്ധതികളും കേരളത്തിലേക്ക് വരുമ്പോൾ അത് കേന്ദ്രം ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള പേര് മാറ്റി മറ്റൊരു തരത്തിൽ ഇവിടെ നടപ്പിലാക്കുന്ന ഒരു രീതി കാണുന്നുണ്ട്. കേന്ദ്രവും കേരളവും തമ്മിൽ ഇങ്ങനെ ഒരു ആശ്വാസകരമല്ലാത്തൊരു തർക്കം ഉണ്ടാവുന്നത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വലിയ ബുദ്ധിമുട്ടല്ലേ? ഇതിലെന്താ വിഷയം അറിയോ? സംസ്ഥാന സർക്കാരിന് നേരത്തെ ലൈഫ് പദ്ധതി ഉണ്ട്, പണ്ടുണ്ടായിരുന്നു. EMS ഭവന പദ്ധതി ഉണ്ടായിരുന്നു. കേന്ദ്രത്തിനും പണ്ട് ഇതേപോലത്തെ പദ്ധതി ഉണ്ട്, ഇന്ദിരാ ആവാസ് യോജനയൊക്കെ. പിന്നീട് ഇപ്പൊ അതിന്റെയൊക്കെ പേര് മാറ്റി പ്രധാനമന്ത്രി ആവാസ് യോജനയാക്കി. സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കുമ്പോൾ നിലവിൽ അതാത് സംസ്ഥാനങ്ങളിൽ പദ്ധതി ഉണ്ടെങ്കിൽ അവരിത് രണ്ടും കൂടി ജോയിന്റ് ആക്കും അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കും. കേരളത്തിൽ അത് കൂട്ടിച്ചേർന്നു, ലൈഫ് ആവാസ് യോജനയാക്കി. അത് 4 ലക്ഷം രൂപയാണ്. 1.5 ലക്ഷത്തോളം കേന്ദ്രം കൊടുക്കണം,
2 ലക്ഷത്തോളം സംസ്ഥാനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപന വകുപ്പും ചേർന്ന് കൊടുക്കണം. 50,000 ഗുണഭോക്താവ് എടുക്കണം. ഇതാണ് അതിന്റെ ഒരു സ്ട്രക്ചർ. അപ്പോ അങ്ങനെ ചെയ്യുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ പേര് വെക്കുമ്പോൾ ലൈഫ് ആയുഷ്മാൻ ആവാസ് യോജന എന്ന് വെക്കണം, ഒരുമിച്ച് വെക്കണം. ആ പേര് വെക്കുന്ന കാര്യത്തിൽ മടിയുണ്ട്. ആവാസ് യോജനയുടെ പേര് വെക്കാൻ താല്പര്യക്കുറവുണ്ട്. അവിടെയൊക്കെയാണ് ഈ പ്രശ്നം. സത്യത്തിൽ അങ്ങനത്തെ ഒരു തർക്കത്തിന്റെ ആവശ്യമില്ല. കാരണം എല്ലാവരും കൂടി ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. എല്ലാവരുടെയും പേര് വെക്കാം. ലൈഫ് ആവാസ് യോജന എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഇവിടെ ജൽജീവൻ മിഷൻ നടപ്പിലാക്കുന്നുണ്ട്. ജൽജീവൻ മിഷന്റെ ബോർഡിൽ കേന്ദ്രത്തിന്റെ എംബ്ലം, അതായത് അശോക ചക്രത്തിന്റെ എംബ്ലം ഉണ്ട്, കേരളത്തിന്റെ ആനയുടെ എംബ്ലം ഉണ്ട്. ഇത് 50-50 ആണ്. അപ്പൊ 2 കൂട്ടരും എംബ്ലം വെക്കുന്നത് ജൽജീവൻ മിഷനാണ്. ഇത് 2 കൂട്ടരും ചെയ്യുന്നതാണ്. 2 കൂട്ടരും വെച്ചാൽ മതി. ഇത് ഞങ്ങളിത് മാത്രമാണെന്ന് ആരും അവകാശപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷെ ദൗർഭാഗ്യപരം എന്ന് പറയട്ടെ, ചില സ്ഥലത്ത് ആ പ്രശ്നം കാണുന്നുണ്ട്. അത് ഒഴിവാക്കേണ്ടതാണ്. തീർച്ചയായിട്ടും. അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ കേന്ദ്രത്തിന്റെ പദ്ധതികളാണെങ്കിലും അത് ജനങ്ങൾക്ക് ഗുണം കിട്ടുക എന്നുള്ളത് മാത്രമാണ് അതിന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. അതിൽ ഈ പറഞ്ഞൊരു തർക്കത്തിന് ഇടയില്ല, അതിന്റെ ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് സാർ പറയുന്നത്. അതെ, തർക്കത്തിന്റെ ആവശ്യമില്ല. തർക്കം കൊണ്ടുവരരുത്. പക്ഷേ ചില സംസ്ഥാനങ്ങൾ തീരെ നടപ്പിലാക്കുന്ന ഇല്ല എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. ഇപ്പൊ തമിഴ്നാടിന് ഇതൊക്കെ നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടാണ്. എന്താ കാരണം എന്ന് അറിയില്ല. ബംഗാൾ ചെയ്യുന്നില്ല. അരവിന്ദ് കെജ്രിവാൾ ഭരിച്ച സമയത്ത് ഡൽഹി ചെയ്തിരുന്നില്ല. പക്ഷെ BJP വന്നപ്പോൾ അവിടെ ആയുഷ്മാൻ ഭാരത് നടപ്പിലാക്കി, വയോവന്ദൻ നടപ്പിലാക്കി. ബംഗാളും തമിഴ്നാടൊക്കെ കടുംപിടുത്തം പിടിക്കുകയാണ്. ഇപ്പൊ PM ശ്രീ പദ്ധതി അവരൊന്നും നടപ്പിലാക്കില്ല എന്നാ പറയുന്നത്. പക്ഷേ കേരളം നടപ്പിലാക്കാൻ തീരുമാനിച്ചു, ഒപ്പിട്ടു, അതിന്റെ ആദ്യ ഗഡുവും വാങ്ങി. ഇപ്പോൾ രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ കൊണ്ട് അങ്ങനെ ഇങ്ങനെയെന്ന് പറയാണ്. സത്യത്തിൽ 1526 കോടി രൂപ കേരളത്തിലെ സാധാരണക്കാരന്റെ മക്കൾ പഠിക്കുന്ന സർക്കാർ സ്കൂളുകൾക്ക് കിട്ടും. ഒരു ബ്ലോക്കിൽ ഒരു പ്രൈമറി സ്കൂളിനും ഒരു ഹൈസ്കൂളിനും കിട്ടും. അത് ആ സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വലിയ സഹായകരമാവും. അപ്പോ ഇതൊക്കെ പരസ്പരം തർക്കിക്കാണ്ട് ഇതൊക്കെ നടപ്പിലാക്കുന്നതാണ് നല്ലത്. അങ്ങനെ ചെയ്താലാണ് അത് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഇന്ത്യ മുഴുവൻ നടപ്പിലാക്കി കഴിഞ്ഞു. പിന്നെ ഈ 4-5 സംസ്ഥാനങ്ങൾ വെറുതെ ബഹളം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. കാരണം ഇന്ത്യയിലെ ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം. ആന്ധ്രാപ്രദേശിലെ സർക്കാർ സ്കൂളിലെ കുട്ടികൾ വിമാനത്തിൽ സ്റ്റഡി ടൂർ പോവാണ്. എങ്ങോട്ട്? പഠനയാത്ര പോവാ ഡൽഹിയിലേക്ക്. സാധാരണക്കാരന് മക്കൾ പഠിക്കുന്ന സർക്കാർ സ്കൂളിലെ പഠനയാത്രയിൽ ഒരു കുറച്ച് രൂപ കൊടുത്തിട്ടേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? പൈസ ഉള്ള വീട്ടിലെ കുട്ടികൾ പോകും, അല്ലാത്തവർ പോവില്ല. പക്ഷെ PM ശ്രീ നടപ്പിലാക്കിയാൽ അതിന് ഫണ്ടുണ്ട്. കുട്ടികളെ പഠനയാത്രയ്ക്ക് കൊണ്ടുപോകാൻ ഈ ഫണ്ടിൽ നിന്ന് പൈസ എടുക്കാം. അപ്പൊ ഏറ്റവും പാവപ്പെട്ട വീട്ടിലെ കുട്ടിക്ക് വരെ പഠനയാത്രയ്ക്ക് പോകാൻ പറ്റും. അത് വിമാനത്തിലാണ് അവർ പോകുന്നത്. ആന്ധ്രാപ്രദേശുകാർ ഡൽഹിയിൽ പോവാണ്. പാർലമെന്റ് മന്ദിരം, സുപ്രീം കോടതി, ഗാന്ധിയുടെ സ്മാരകം എല്ലാം കാണാം അവർക്ക്. ഇന്ത്യ ഗേറ്റ്, യുദ്ധ സ്മാരകം എല്ലാം കാണാം. പാവപ്പെട്ടവന്റെ വീട്ടിലെ കുട്ടികൾക്ക് പോകാൻ പറ്റില്ലേ? അത് നടപ്പിലാക്കുന്നതിനെ കൊണ്ട് എന്താ തെറ്റ്? ഇതൊക്കെ ചർച്ച ചെയ്ത് പരിഹരിച്ചിട്ട് എല്ലാ സംസ്ഥാനവും നടപ്പിലാക്കുന്നതാണ് നല്ലത്. രാജ്യത്തിന് അതാണ് നല്ലത്.